ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇരുമ്പം പുളി, ഇലുമ്പിക്ക, ചെമ്മീൻ പുളി, അങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഇരുമ്പം പുളി തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതും കൊണ്ടൊരു ഡിഷ് വാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നത്തെ ഞാൻ നല്ല പഴുത്തതും മൂത്തതൊക്കെ എടുത്തേക്കണേ, പക്ഷെ ഇത് തീരെ പിഞ്ചാണ്, കണ്ടോ. അപ്പം ഇന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണേ, ഇതും കൊണ്ടൊരു അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഇലുമ്പിക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഈ ഇലുമ്പിക്ക എന്ന് പറയണേ. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ തുണികളിലൊക്കെ കറകളൊക്കെ പിടിക്കില്ലേ, വാഴക്കറ, അങ്ങനെയുള്ള പല കറകളും പിടിക്കും. അത് ഇതിൻ്റെ നീര് തേച്ചാൽ ആ കറ പോകുമെന്നാണ് പറയണത്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ജീവികളൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് തേച്ചാൽ പെട്ടെന്ന് ഭേദപ്പെടുമെന്നാണ് പറയുക. നമ്മളെ വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഇതിൻ്റെ ഗുണം എന്ന് പറയണത്, നമ്മുടെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെളുക്കാൻ ഒരു ഡിഷ് വാഷായിട്ട് ഉപയോഗിക്കുക. നന്നായിട്ട് പാത്രങ്ങളൊക്കെ, ചെമ്പ് പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെളുത്ത് കിട്ടാൻ ഇത് ഏറ്റവും നല്ല ഐറ്റം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല ഗുണങ്ങളും നമ്മുടെ ഈ ഇലുമ്പിക്കയ്ക്ക് അഥവാ പുളിഞ്ചിക്കയ്ക്കുണ്ട്. അതുപോലെ തന്നെ അതിലേറെ ദോഷങ്ങളുമുണ്ട്. ഇത് കൂടുതൽ ഇതിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനെ ബാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്കിത് അച്ചാറിട്ടാലോ. അപ്പോൾ അത് ഇതിലിങ്ങനെ അതിൻ്റെ പൂവൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ആ പൂവും കൂടി ഉണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൂ മാറ്റിയെടുക്കണം. ഇത് അച്ചാറിടാൻ നല്ലത് ഇങ്ങനെ പിഞ്ച് പറിച്ചെടുക്കും കേട്ടോ, അച്ചാറിടാൻ നല്ലത്. അപ്പോൾ എല്ലാ ഐറ്റത്തിനും ഗുണവും ദോഷവും ഉള്ള പോലെ തന്നെ ഇതിനുമുണ്ട്. ഇപ്പോൾ ഇത് അച്ചാറിട്ടാലോ കേട്ടോ. ആ ചെറിയ പുളിയും എല്ലാം കൂടി അടിപൊളി. മിക്കവർക്കും തന്നെ ഇതിൻ്റെ അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് മൂത്ത് പോണതിന് മുമ്പ് അച്ചാറിടണം. ഇനി ഇതൊന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടുവേ പൊളിച്ചെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, കാരണം ഇത് ഒത്തിരി മൂത്ത് പോയിട്ടില്ല. അതുകൊണ്ട് ഒത്തിരി കണ്ടോ, തീരെ ചെറുതായിട്ടല്ലേ ഇരിക്കണം. അതുകൊണ്ട് നടുവേ കീറിയില്ലെങ്കിലും നമുക്ക് വിഷയമില്ല, അത് തനിയെ അലുത്ത് നല്ല പാകമായി വന്നോളും. അപ്പോൾ ഇനി ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് മാറ്റി ഞാനൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പം ഞാൻ ഇത്രയാണ് അച്ചാറിടാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പൂവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നടുവേ കീറിയും കൂടെ ഇടാം. ഇത് ഒത്തിരി അച്ചാറിട്ടാലുണ്ടല്ലോ ഇത് പെട്ടെന്ന് പുളിച്ചങ്ങ് പോകും, അങ്ങ് സുഖമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വീട്ടിലേക്കാണ് അച്ചാറിടണം കേട്ടോ. അത്രയൊക്കെ കൂട്ടാനാണ് സുഖമുള്ളൂ കേട്ടോ. പിന്നെ ഇത് കറി വെച്ചാൽ നല്ലത്. ചെമ്മീനൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ സൂപ്പറാട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, ഉപ്പ്, ഓയിൽ. നമ്മൾ എന്ത് ഓയിലാണ്, ഇപ്പം കോക്കനട്ട് ഓയിലാണെങ്കിൽ അത് ഉപയോഗിക്കാം. എനിക്കറിയത്തില്ല, നല്ലെണ്ണ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ബാക്കി അച്ചാറിനൊക്കെ നല്ലെണ്ണ യൂസ് ചെയ്യേണ്ടത്. ഇതിനത് സ്യൂട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് ഒത്തിരി നാൾ നമ്മളങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. അതുകൊണ്ട് അത് സ്യൂട്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പുളിയൊക്കെ ഞാൻ ഒന്ന് നടുവേ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമ്മൾ വലുതായി യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി. ഇനി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ലെണ്ണ യൂസ് ചെയ്യാൻ ഇതിന് സ്യൂട്ടാണോ എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കടുക്, ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കും. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും
ഉലുവയും കൂടെ ഇട്ട് കൊടുക്കണം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി മുളകും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉലുവയൊക്കെ പൊട്ടി വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഞാൻ വഴറ്റാൻ വേണ്ടി വെച്ചേക്കും. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊക്കെ മാറി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം എലുമ്പും പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ശേഷം പാകമായിട്ടുണ്ട്. ഞാൻ അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ പുളിഞ്ചിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസം എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റ്.